ആ ഭരണഘടന സംഭാവന ചെയ്ത ജനതാ പാർട്ടി, ഭാരതീയ ജനസംഘം, അദ്വാനിയും വാജ്പേയിയും ഒക്കെ ഉണ്ടായിരുന്ന ജനതാ പാർട്ടി സംഭാവന ചെയ്ത രണ്ടാമത്തെ ഭരണഘടനയാണ് ഇന്ന് രാഹുൽ ഗാന്ധി കൊണ്ടു നടക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ ജനങ്ങൾക്കറിയില്ല, സാധാരണക്കാർക്കറിയില്ല ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഭരണഘടന ഉയർത്തിക്കൊണ്ട് നടക്കുന്ന കഴിഞ്ഞ 3 മാസത്തെ പ്രവർത്തനമായിരിക്കാം കേന്ദ്ര നേതൃത്വത്തെക്കുറിച്ച് ഞാനൊരു ചിന്തിക്കാൻ, ഭരണഘടനയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ 3 തലത്തിൽ, ഒന്ന് സ്വേച്ഛാധിപത്യവും ഫാസിസം, രണ്ടാമത് കുടുംബാധിപത്യം, മറ്റൊന്ന് ഭരണഘടനയ്ക്ക് വരുത്തിയ മാറ്റം സമൂലമായി ഒരു ഭരണഘടന എന്നുള്ള തലത്തിൽ, ഞാനൊരു രാഷ്ട്രമീമാംസാ വിദ്യാർത്ഥി എന്നുള്ള തലത്തിൽ, ഭരണഘടനാ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ ഒരു ഭരണഘടനയുടെ അടിസ്ഥാന ശിലകൾ, അത് നമ്മുടെ ഇന്ത്യൻ സുപ്രീം കോടതി തന്നെ ബേസിക് സ്ട്രക്ചർ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്ന് ഇതിനെ പൂർണ്ണമായിട്ടും 73 കേശവാനന്ദ ഭാരതിയിൽ കേസിലൂടെ കൊണ്ടുവന്ന ബേസിക് സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റിനെ തന്നെ പൂർണ്ണമായിട്ടും നിരാകരിച്ചുകൊണ്ടായിരുന്നു വന്നത്. ഞാനതിലേക്ക് കടന്നു വരാം. അടിയന്തരാവസ്ഥയോടനുബന്ധിച്ച് ഏതാണ്ട് അന്ന് 1,40,40,000 പേരാണ് DIR മിസ പ്രകാരവും DIR പ്രകാരവും ജയിലിലായത്. പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നും ചെയ്യാതെ കരുതൽ തടങ്കൽ എന്നുള്ള തലത്തിലാണ് എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും, CPI ഒഴിച്ചുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ എല്ലാ അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കളും 19 മുതൽ 21 മാസം വരെയും ജയിലിലായിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ നിരോധിക്കുകയും അതിൻ്റെ ഏതാണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ ജയിൽവാസം അനുഭവിച്ചിരുന്നത്. അടിയന്തരാവസ്ഥ ഒരർത്ഥത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെ 2ാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകസ്ഥാനത്ത് കൊണ്ടുവരാനും അതിലൂടെ രാജ്യവ്യാപകമായി, ഇപ്പം വ്യക്തിപരമായിട്ട് ഞാൻ ഹിന്ദു ദേശീയതയെക്കുറിച്ചാണ് എൻ്റെ PhD വിഷയം. അത് 83-88 കാലഘട്ടത്തിലാണ് ഞാൻ PhD ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഞാനിത് പറയുന്നുണ്ട്. കാരണം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് അത് നിരോധിച്ചിരുന്നുവെങ്കിൽ പോലും അന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനും ദേശീയമായ മുന്നേറ്റത്തിന് നേതൃത്വം നൽകാനും സാഹചര്യമൊരുക്കുകയും ഒരു പാൻ ഇന്ത്യൻ മൂവ്മെൻറ്റിലേക്ക് അത് വരുന്നതിന് അടിയന്തരാവസ്ഥ, അടിയന്തരാവസ്ഥ അനന്തര കാലഘട്ടം രാഷ്ട്രീയ സ്വയംസേവകത്തിന് ചരിത്രത്തിലൊരു പുതിയ നാഴികക്കല്ലാണ്. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പിന്നീടാണ് രൂപം കൊള്ളുന്നത്. അപ്പോൾ നമ്മൾ അടിയന്തരാവസ്ഥയെ നമ്മളെക്കുറിച്ച് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് ഒരു ലിബറൽ നറേറ്റീവ് എന്ന് പറയുന്നത്, ഇത് ഭരണഘടനയുടെ 352 പറയുന്നത് പ്രകാരം ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് ഉണ്ടായി, അല്ലെങ്കിൽ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ആഹ്വാനം നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ യാതൊരു ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസും ഉണ്ടായില്ല. പക്ഷേ ജനകീയ മുന്നേറ്റം പ്രധാനമായിട്ടും ബീഹാറിലും ഗുജറാത്തിലും കേന്ദ്രീകരിച്ച് നടന്ന മുന്നേറ്റത്തിനപ്പുറത്തേക്ക്, ഡൽഹിയിലൊരു വലിയ റാലി നടന്നതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നവും രാജ്യത്തുണ്ടായിരുന്നില്ല. പക്ഷേ എന്താണ് പ്രശ്നം? അപ്പോൾ 1975 ജൂൺ 12-ാം തീയതി ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതി വിധി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയാണ് കാരണം. അത് 1975 ജൂൺ 24-ാം തീയതി സുപ്രീം കോടതിയിലെ അന്നത്തെ അവധിക്കാല ബെഞ്ചിലെ ജഡ്ജായിരുന്ന VR കൃഷ്ണയ്യർ സ്റ്റേ ചെയ്യുകയും ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി തുടരാനുള്ള അവകാശം കൊടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ വിധി പ്രകാരം ഇന്ദിരാഗാന്ധിയെ 6 വർഷം തിരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന വിധിയായിരുന്നു. പക്ഷേ അത് സ്റ്റേ ചെയ്തുകൊണ്ട് VR കൃഷ്ണയുടെ വിധി. യഥാർത്ഥത്തിൽ VR കൃഷ്ണയുടെ വിധി തന്നെ നമ്മൾ സൂക്ഷ്മമായി വായിക്കുമ്പോൾ ഒരു തരത്തിൽ വൈരുദ്ധ്യം മനസ്സിലാകും. അതായത് അലഹബാദ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളിൽ യാതൊന്നും പറയാതെ എന്നാൽ പ്രധാനമന്ത്രിയായി തുടരാം എന്നുള്ള വിധി പ്രഖ്യാപിക്കേണ്ടത് 24-ാം തീയതി. 25-ാം തീയതി അർദ്ധരാത്രിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അടിയന്തരാവസ്ഥ വന്നത്? അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഏതാണ്ട് 4 വർഷത്തോളം 3.5 വർഷത്തെ കേസിന് ശേഷം ഒരു കോടതി വിധിയിലൂടെ അസാധുവാക്കുകയും അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തുകൊണ്ട് നിലനിർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് ഇത് ഭരണഘടന അനുശാസിക്കുന്ന രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് കാത്തു സൂക്ഷിക്കാനായ ഒരു ഭരണഘടനാ നടപടി എന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ഇന്ദിരാഗാന്ധിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 38, 39 ഭരണഘടനാ ഭേദഗതിയും പിന്നീട് വന്ന 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്.
ഇതിൽ 38-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ അതിൽ വളരെ നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം 1975 38-ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുന്ന 10 ദിവസം കൊണ്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിലെ 2 സഭകളും 17 നിയമസഭകളും ഈ നിയമം പാസ്സാക്കേണ്ടത്. എത്ര വേഗത്തിലാണ് ഈ 38-ാം ഭരണഘടനാ ഭേദഗതി വരുന്നത്. ഈ 32-ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രത്യേകത ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ ആർട്ടിക്കിൾ 32 വിഭാവന ചെയ്യുന്ന പൗരൻ്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ആ വകുപ്പ് പൂർണ്ണമായിട്ടും എടുത്തു കളയുന്നതാണ് ശരിക്കും 38-ാമത്തെ ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ഒരർത്ഥത്തിൽ മൗലിക അവകാശങ്ങൾ നമുക്കറിയാം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മൗലിക സ്വാതന്ത്ര്യങ്ങൾ നൽകുന്ന ഭരണഘടനയുടെ 19-ാം വകുപ്പ് പൂർണ്ണമായിട്ടും സസ്പെൻഡ് ചെയ്യപ്പെടും. അപ്പം പൗരൻ്റെ സംഘടിക്കാനും സമ്മേളനം നടത്താനും പ്രസംഗിക്കാനും പ്രചരണം നടത്താനും ഒക്കെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും. അതുമാത്രമല്ല 32 പ്രകാരം നിങ്ങളുടെ മൗലിക അവകാശ സംരക്ഷണത്തിന് കോടതിയിലേക്ക് പോകാനുള്ള അവകാശം പൂർണ്ണമായിട്ട് നിരാകരിക്കുകയും ഗവൺമെൻറ്റിൻ്റെ നടപടികളെ കോടതിക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 38-ാം ഭരണഘടനാ ഭേദഗതി. അതിനെ തുടർന്ന് അതേ മാസത്തിൽ തന്നെ 39-ാം ഭരണഘടനാ ഭേദഗതി വന്നു. ഇതാണ് ഏറ്റവും ഗുരുതരമായ ഒരു ഭരണഘടനാ ഭേദഗതി. അതായത് ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്പീക്കർ ഈ 4 ഓഫീസുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട, അതായത് MP-മാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ തിരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. ഇതും അതുപോലെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതി ചെയ്തുകൊണ്ട് നിലവിൽ വന്നു. ഇവിടെ ഏറ്റവും ലജ്ജാകരമായ അവസ്ഥയെന്ന് പറഞ്ഞാൽ 1976 നവംബർ മാസം 7-ാം തീയതി സുപ്രീം കോടതി ഇത് ശരിവെക്കുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി നമ്മൾ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഒരു പ്രധാനമന്ത്രി അയോഗ്യയായി കോടതി പ്രഖ്യാപിക്കുകയും ഹൈക്കോടതി പ്രഖ്യാപിക്കുകയും സുപ്രീം കോടതി സ്റ്റേ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ മുൻകാല പ്രാബല്യത്തോടെ പ്രധാനമന്ത്രിയുടെയും പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും സ്പീക്കറിന്, അതായത് പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് 2 പേരെ കൂടെ കൂട്ടിയതാണ്. കാരണം നമുക്കറിയാമല്ലോ, യേശു ക്രിസ്തുവിനെയും കുരിശിലടയ്ക്കാൻ പോകുമ്പോൾ 2 കള്ളന്മാർ 2 സൈഡിൽ നിർത്തും. അതുപോലെ 2 പേരെ കൂടെ ആഡ് ചെയ്താണ്. പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യപ്പെടാനുള്ള മുൻകാല പ്രാബല്യത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി അതുകൊണ്ട് തന്നെ 76 നവംബർ 7-ാം തീയതി ഇത് തീർപ്പാക്കി. അതായത് അൺക്വസ്റ്റ്യനബിളാണ്, ഇനി പ്രധാനമന്ത്രിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ആ ഭരണഘടനാ ഭേദഗതിയെ ശരിവെച്ചുകൊണ്ടും ഇന്ദിരാഗാന്ധിയുടെ കേസ് അനുകൂലമാക്കിക്കൊണ്ടും സുപ്രീം കോടതിയുടെ വിധി വരിക. അപ്പം ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭരണഘടനയുടെ 1973 ഭരണഘടനാപരമായ വിഷയങ്ങൾ, വിശേഷിച്ചും പാർലമെൻറ്റിൻ്റെ അവകാശവുമായി ബന്ധപ്പെട്ടിട്ട് ഗോലഖ്നാഥ് കേസിൻ്റെ ശേഷമുണ്ടായ ഒരു പ്രധാന വിധി എന്നുള്ള കേശവാനന്ദ ഭാരതി കേസിൽ പാർലമെൻറ്റിന് ഭരണഘടനയെ ഭേദഗതി ചെയ്യാമെന്നും എന്നാൽ അതേസമയം തന്നെ ഭരണഘടനയുടെ മൗലികമായ തത്വങ്ങൾ, ബേസിക് സ്ട്രക്ചർ ഒന്നും മാറ്റാൻ പാടില്ല എന്നതുള്ളതായിരുന്നു വിധി. അപ്പോൾ ആ വിധിയിൽ ഭൂരിപക്ഷ ബെഞ്ചിൻ്റെ, അതായത് ഭരണഘടനാ ബെഞ്ചിൻ്റെ ഭൂരിപക്ഷ വിധിയാണ്. അതിൽ ന്യൂനപക്ഷ വിധിയായിട്ട്, അതായത് നെഗറ്റീവായി വിധിച്ച 3 പേരുണ്ടായിരുന്നു. അതിൽ പെട്ട ആളെ, അതായത് AN റോയിയെ ചീഫ് ജസ്റ്റിസ് ആയതുകൊണ്ട് 1973 3 സീനിയർ ജഡ്ജസിൻ്റെ സീനിയോറിറ്റി ലംഘിച്ചുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി AN റോയിയെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ട് 73 അപ്പോയിൻ്റ് ചെയ്തത്. 77 ഇതുപോലെ തന്നെ, അന്ന് HR ഖന്നയാണ് സീനിയർ. HR ഖന്നയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് AH ബെഗിനെ വീണ്ടും ചീഫ് ജസ്റ്റിസ്. അങ്ങനെ 2 തവണ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അപ്പോയിൻമെൻറ്റ് സീനിയോറിറ്റി ലംഘിച്ചുകൊണ്ട് ചെയ്തു. മാത്രമല്ല 42-ാം ഭരണഘടനാ ഭേദഗതിയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകുന്നത് സുപ്രീം കോടതിയുടെ ഏതാണ്ട് പൂർണ്ണ അവകാശങ്ങൾ ഭരണഘടനാപരമായ, അതായത് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ ചെയ്യുന്ന ഒരു കാര്യത്തിലും സുപ്രീം കോടതിക്ക് ഇടപെടാൻ കഴിയാത്ത തരത്തിൽ ഏതാണ്ട് പൂർണ്ണമായിട്ടും 38-ാം ഭരണഘടനാ ഭേദഗതിയുടെ തുടർച്ചയായിട്ട് സുപ്രീം കോടതിയെ പൂർണ്ണമായിട്ടും അധികാരമില്ലാത്ത ഒരു ജുഡീഷ്യൽ സംവിധാനമാക്കി ഇന്ദിരാഗാന്ധി മാറ്റി. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ
നല്ല രീതിയിൽ ആണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴുണ്ടായ എഫക്റ്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 75-ൽ നമ്മുടെ പത്രസ്വാതന്ത്ര്യം ഉൾപ്പെടെ മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടുമ്പോൾ, സ്വാതന്ത്ര്യങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പത്രസ്വാതന്ത്ര്യം, അപ്പോൾ സെൻസർഷിപ്പ് നിലവിൽ വന്നു. അപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി അല്ലെങ്കിൽ ആദ്യത്തെ ദിവസങ്ങളിൽ പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഡൽഹിയിൽ 2 ദിവസം കറണ്ടില്ലായിരുന്നു എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങൾ. അതിനുശേഷമാണ് ജനങ്ങളിലേക്ക് ഇത് ചെല്ലുന്നത്. അന്ന് റേഡിയോ ആണ് പ്രധാനമായ മാധ്യമം. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ പൂർണ്ണമായിട്ട്, അതിൽ കേരളത്തിൽ ദേശാഭിമാനിയെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ജന്മഭൂമിയും കേസരിയും അടച്ചുപൂട്ടുകയുണ്ടായി. മറ്റ് പത്രങ്ങൾ, എനിക്ക് തോന്നുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൽ മനോരമയുടെ പ്രധാന വാർത്ത അടിയന്തരാവസ്ഥ അല്ലായിരുന്നു, അന്ന് ഈ വെട്ടുകിളി ശല്യത്തിൻ്റെ വിഷയം ഉണ്ടായിരുന്നു. അതായിരുന്നു പ്രധാനമായ വിഷയം. അതായത് ഇന്ദിരാഗാന്ധിയെ ഭരണത്തെയും വാഴ്ത്തിക്കൊണ്ട് ഇന്ത്യയിലെ പത്രങ്ങൾ നടത്തിയിട്ടുള്ള ഏതാണ്ട് 22 മാസം ഇന്ത്യയിലെ പ്രധാന പത്രം, ഇന്ത്യൻ എക്സ്പ്രസ് മാത്രമാണ് അതിനൊരു അപവാദമുണ്ട്. ബാക്കി എല്ലാ പത്രങ്ങളും ഗവൺമെൻറ്റിനെ വാഴ്ത്തിക്കൊണ്ടും ഇതിൻ്റെ പുറകിലൊരു ആഗോള ഗൂഢാലോചന കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ സഹായമുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മാത്രമല്ല റഷ്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPSC കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായി പ്രമേയം പാസ്സാക്കുകയും ഇന്ത്യയിലെ ഭരണകൂടം സോഷ്യലിസ്റ്റ് ഭരണകൂടം, കാരണം ഭരണഘടനയിൽ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സോഷ്യലിസ്റ്റ് രാജ്യമായിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ ഔദ്യോഗികമായിട്ട് ഇന്ത്യയെ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായി ഉൾക്കൊള്ളുകയും ഇന്ത്യയിലെ ഗവൺമെൻറ്റിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. ഏതാണ്ട് എല്ലാ ചേരിചേരാ രാജ്യങ്ങളും ഇന്ത്യക്ക് പിന്തുണ നൽകുന്നു. ഒരു കാര്യം ഓർക്കേണ്ടത്, ചേരിചേരാ രാജ്യങ്ങൾ ബഹുഭൂരിപക്ഷവും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളോ പട്ടാള ഭരണകൂടങ്ങളോ വ്യക്തിയാധിഷ്ഠിത ഭരണകൂടങ്ങളാണ്. ജനാധിപത്യ ചേരിയല്ല ചേരിചേരാ രാജ്യങ്ങൾ ബഹുഭൂരിപക്ഷവും. അപ്പോൾ ആ രാജ്യങ്ങളും ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ നൽകി. പക്ഷേ യൂറോപ്പിലും അമേരിക്കയിലും മാത്രമാണ് ചില എതിരായിട്ടുള്ള ഒപ്പീനിയൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം, നമ്മുടെ ഇന്ത്യയിലെ ബുദ്ധിജീവികളെന്ന് പറയുന്നവർ, ഇടതുപക്ഷ സഹയാത്രികർ, ലിബറൽ എന്ന് പറയുന്ന ആൾക്കാർ, കേരളത്തിൽ അന്ന് നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ MD വാസുദേവൻ നായരെ പോലെയുള്ള അല്ലെങ്കിൽ അഴീക്കോടിനെ പോലെയുള്ള ഇവരൊക്കെ ഇതിനെ പിന്തുണച്ചവരാണ്. P. ഭാസ്കരൻ, വയലാർ തുടങ്ങിയ എല്ലാവരും. വയലാറിൻ്റെ അവസാന കാലഘട്ടമായിരുന്നു. ഏതാണ്ട് പ്രമുഖരായ എല്ലാ സാഹിത്യകാരന്മാരും ഇത് പിന്തുണയ്ക്കുകയും EMS നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ളവർ കാര്യമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടില്ല. അന്ന് നമുക്കറിയാം, EMS ആ സമയത്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്നുള്ള 4 വോളിയം ബുക്ക് എഴുതുന്നത്. അത് ദേശാഭിമാനി പബ്ലിഷ് ചെയ്ത് അദ്ദേഹം എഴുതുകയാണ്. പക്ഷേ കാര്യമായ ചെറുതുനിൽപ്പ് കേരളത്തിലും ആ തരത്തിലുണ്ടായില്ല. പക്ഷേ ദേശീയ തലത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായ മുന്നേറ്റം നടത്തിയത് പ്രധാനമായിട്ടും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിൽ മാത്രമുണ്ടായിരുന്ന അന്ന് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, പ്രധാനമായിട്ടും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, അത് ഡിവൈഡഡ് ആണെങ്കിൽ പോലും അവരുടെ മുന്നേറ്റവും ഉണ്ടായിരുന്നു. അപ്പം ജയപ്രകാശ് നാരായണനെ പോലെയുള്ളവർ നേതൃത്വം നൽകുകയും, പക്ഷേ അവരെല്ലാവരും ജയിലിലായി. അപ്പോൾ അടിയന്തരാവസ്ഥ വരുമ്പോഴത്തേക്കും ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം കേൾക്കാൻ പറ്റുമോ? ഇപ്പം ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം ഏതാണ്ടും പൂർണ്ണമായിട്ടും തടങ്കലിലാണ്. മാധ്യമങ്ങൾ പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിൻ്റെ വരുതിയിലാണ്. അക്കാഡമിക ലോകം പരിപൂർണമായിട്ടും സർക്കാരിന് പിന്തുണ നൽകുന്നു. ആ തരത്തിൽ ഇന്ത്യയിലെ പൊതുവായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പശ്ചാത്തലം ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി. യഥാർത്ഥത്തിൽ 1977 ഇന്ദിരാഗാന്ധി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് ജനാധിപത്യത്തോടുള്ള ബഹുമാനം കൊണ്ടല്ല, മറിച്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകിയത് പ്രകാരം ഒരു പ്ലബിസൈറ്റ് പോലെ, അതായത് ഹിതപരിശോധന പോലെ, ഒരു റഫറൻഡം പോലെ നടത്തിയ തിരഞ്ഞെടുപ്പായിരുന്നു പ്രഖ്യാപിച്ചത്. കാരണം അന്ന് ഇൻ്റലിജൻസ് ഏജൻസിയിൽ കൊടുത്ത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ 400-ലധികം സീറ്റോടെ അധികാരത്തിൽ വരാൻ കഴിയും. 358 സീറ്റുള്ള ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായിട്ടും വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാൻ ഗവൺമെൻറ്റിന് കഴിയുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. ആ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴും ഗവൺമെൻറ്റിന് അനുകൂലമായ നിലപാട് തന്നെയായിരുന്നു പൊതുസമൂഹത്തിലും മാധ്യമങ്ങളുടെ ഇടയിലും ബുദ്ധിജീവികളുടെ ഇടയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ചലഞ്ചസ് ഒന്നും ഉണ്ടായില്ല. ഭാഗ്യവശാൽ ഇന്ത്യയിലെ സാക്ഷരതയിൽ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കൗ ബെൽറ്റ് എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾ,
മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് നിന്നത്. ഇന്ത്യയിൽ എന്ന താരതമ്യേന സാക്ഷരതയിൽ മുന്നിൽ നിന്ന ഒന്നാമത്തെ സംസ്ഥാനമായ കേരളം 77-ൽ 20 സീറ്റ് കൊടുത്ത് സ്വേച്ഛാധിപത്യത്തിന് ശരിവെച്ച സംസ്ഥാനമാണ് കേരളം. തമിഴ്നാട്ടിലും കോൺഗ്രസ് AIDMK സഖ്യം ജയിച്ചു. കർണാടകത്തിൽ 26 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചു. മഹാരാഷ്ട്രയിൽ പകുതിയിലധികം സീറ്റ് കോൺഗ്രസ് ജയിച്ചു. അതുപോലെ തന്നെയാണ് ആന്ധ്രാപ്രദേശിലെ 42-ൽ 41 സീറ്റിലും കോൺഗ്രസ് ജയിക്കുകയുണ്ടായി. അപ്പോൾ ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ താരതമ്യേന വിദ്യാഭ്യാസ നിലവാരം കൂടിയ പ്രദേശങ്ങളും മാധ്യമങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളൊക്കെ കോൺഗ്രസ് ജയിച്ചു. 152 സീറ്റിലേക്ക് കോൺഗ്രസ് 77-ൽ വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും സൗത്ത് ഇന്ത്യ ആയിരുന്നു. പക്ഷേ 9 സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയിട്ട് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് ഈ 9 സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങളാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്തതും കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും 100% തോൽപ്പിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയെയും സൂപ്പർ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചിരുന്ന അമേഠിയിൽ മത്സരിച്ച സഞ്ജയ് ഗാന്ധിയെയും പരാജയപ്പെടുത്തിയ 77-ലെ ജനവിധി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഒരു ശക്തമായ ഒരു വൈബ്രൻ്റ് ഡെമോക്രസിയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. പക്ഷേ അവിടുത്തെ ഏറ്റവും ലജ്ജാകരമായ അവസ്ഥ കേരളത്തിലാണ്. അപ്പോൾ കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ന്യൂസ് പേപ്പർ വായിക്കുന്ന സ്ഥലമാണ്. പത്രസ്വാതന്ത്ര്യമില്ലാത്തൊരു വ്യവസ്ഥ. ഏതാണ്ട് 22 മാസം ഞാൻ കോളേജ് വിദ്യാർത്ഥി, എൻ്റെ 2 അക്കാഡമിക് ഇയറിൽ യാതൊരു തരത്തിലുള്ള മുദ്രാവാക്യം വിളികളും ഇല്ലാത്ത 2 അക്കാഡമിക് ഇയറിൽ പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. സമരങ്ങളില്ലാത്തൊരു കേരളം. പക്ഷേ അങ്ങനെ ഉള്ള ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടത്തെ കേരളം പൂർണ്ണമായി മൃഗീയമായ ഭൂരിപക്ഷം നൽകിയാണ് ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും അന്ന് കോൺഗ്രസ് ജയിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അപകടമായ വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിയായി കാര്യങ്ങളെ സമൂഹത്തിലേക്ക് എത്തിച്ചില്ലെങ്കിൽ വിദ്യാസമ്പന്നരെന്ന് പറയുന്നവർ സ്വേച്ഛാധിപത്യത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു ദയനീയമായ ഒരു മുഖം നമുക്ക് കേരളം ഉൾപ്പെടെ ഇത് കേരളമാണെന്ന് നമുക്ക് ലജ്ജാകരമാണ് കേരളത്തിൻ്റെ അവസ്ഥ. ആന്ധ്രയിൽ 1 സീറ്റിലെങ്കിലും പ്രതിപക്ഷം ജയിച്ചെങ്കിൽ ഇവിടെ അതുപോലെ ഉണ്ടായില്ല. അപ്പം അതിന് പ്രധാനമായ കാരണം സംഘപ്രസ്ഥാനങ്ങൾ ദുർബലമായ ഒരു സംസ്ഥാനത്തും ഇന്ദിരാഗാന്ധിക്ക് പോറലേറ്റില്ല എന്നുള്ളതാണ്. സംഘപ്രസ്ഥാനങ്ങൾക്ക് അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് ചേരിയിൽ നിന്ന ബീഹാർ പോലെ അല്ലെങ്കിൽ അന്നത്തെ ലോക്ദൾ, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ, അകാലിദളിൻ്റെ പ്രദേശങ്ങളിലൊക്കെ ഒരു പരിധിവരെ പിടിച്ചു നിന്നു. പക്ഷേ ദേശീയ പ്രസ്ഥാനങ്ങളിൽ ദുർബലമായ സംസ്ഥാനങ്ങൾ പൂർണ്ണമായിട്ട് ആസാം ഉൾപ്പെടെ തെക്കേ ഇന്ത്യ മുഴുവനും കോൺഗ്രസ്സിന് അടിയന്തരാവസ്ഥയിൽ ഒരു പരിക്കുമേൽക്കാതെ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള ദുഃഖസത്യവും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ അടിയന്തരാവസ്ഥയെ നമ്മൾ തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ഭാരതത്തിലെ ജനങ്ങൾ മുഴുവനും ഒരുപോലെയല്ല തോൽപ്പിച്ചത്. വലിയൊരു ശതമാനം ജനങ്ങൾ, അതിൽ വിശേഷിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് ബുദ്ധിജീവികളെന്ന് പറയുന്നവർ, സാംസ്കാരിക നായകന്മാർ, മാധ്യമപ്രവർത്തകർ, എല്ലാ പേരും അടിയന്തരാവസ്ഥയെ പിന്തുണച്ചവരാണ് ബഹുഭൂരിപക്ഷം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നും നമ്മൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഇവിടെ നമ്മൾ ഈ 24-ൽ ചർച്ച ചെയ്യുമ്പോൾ എടുക്കേണ്ട ഒരു പ്രധാന വിഷയം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചകൾ, ഞാൻ ചില ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പാണ്, ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിൽ നിന്ന് ആഗോളതലത്തിലുള്ള നറേറ്റീവ്സ് വന്നു, ഡെമോക്രസിയുടെ നിലവാരത്തിൽ അഖിലേന്ത്യാ ലോക സ്റ്റാറ്റസിൽ നമ്മൾ ഏതാണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ അടുത്തായിട്ടാണ് കണക്കാക്കുന്നത്. ആ തരത്തിൽ പത്രസ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു, ഭരണഘടന ഇതോടെ ഇല്ലാതാകുന്നു. ആ ഒരു നറേറ്റീവുമായിട്ടാണ് രാഹുൽ ഗാന്ധി ഈ ഭരണഘടനയുടെ പതിപ്പുമായിട്ട് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പം ഈ ഭരണഘടന, ഇന്ന് രാഹുൽ ഗാന്ധി കൊണ്ടു നടക്കുന്ന ഭരണഘടനയെ ആ തരത്തിൽ അവർക്ക് കൊടുത്തത്, ഇന്നത്തെ ഭരണഘടന നിലനിർത്തിയ ശക്തികൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അവകാശം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്കും നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ വരും തലമുറയോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ 3 ഭാഗവും ഒരുപോലെ നമ്മൾ ചർച്ച ചെയ്യണം. അടിയന്തരാവസ്ഥ ഏൽപ്പിച്ച പരിക്ക് ഒരു ഭാഗത്ത്, അടിയന്തരാവസ്ഥ ഭരണഘടനയിൽ വരുത്തിയ മാറ്റങ്ങൾ, അടിയന്തരാവസ്ഥയുടെ കുടുംബാധിപത്യം. അപ്പോൾ ഇവിടെ ഞാൻ അടിയന്തരാവസ്ഥയുടെ ഭരണഘടനാ ഭാഗം നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ഭാഗമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ വരാം. എങ്ങനെയാണ് ഭരണഘടനയെ ഇന്ദിരാഗാന്ധി അട്ടിമറിച്ചത്? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്ന ബേസിക് ഫീച്ചേഴ്സ്, ഈ ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇന്ത്യൻ ഭരണഘടനയിലാണ്. നമ്മളൊരു പാർലമെൻ്ററി ജനാധിപത്യ ഭരണക്രമമാണ്.
ഒരു പരിധിവരെ നമ്മൾ സെപ്പറേഷൻ ഓഫ് പവർ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ എന്നുള്ള തലത്തിൽ മൂന്നായിട്ട് നിൽക്കുന്നു. അതിൽ ലെജിസ്ലേച്ചർ എന്നും പറയുന്നത് എക്സിക്യൂട്ടീവും മന്ത്രിസഭയും ഏതാണ്ട് ഒന്നിച്ച് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് വിഭിന്നമായ ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ 3 തലങ്ങളെയും നമ്മൾ ഒന്നിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ 3 ഏജൻസികളും, അതായത് ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, നിയമസഭ, അപ്പം നിയമസഭയെ നോക്കുകുത്തിയാക്കി എക്സിക്യൂട്ടീവിനെ വ്യക്തിയിലേക്ക്, അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടും ജുഡീഷ്യറിയെ പൂർണ്ണമായും തളർവാദത്തിലേക്ക് കൊണ്ടുപോയി ആ തരത്തിലാണ് ഈ 42ാം ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. വളരെ 39ഉം 38ഉം ഭരണഘടനാ ഭേദഗതി പോലെ ഇതും ഏതാണ്ട് 2 ആഴ്ചകൾക്കുള്ളിൽ ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങളും 2 സഭകളും പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്ന ഇതാണ്. ഭരണഘടനയെ സമൂലം ഏതാണ്ട് 50ലധികം ഭരണഘടനയുടെ സുപ്രധാന ആർട്ടിക്കിളുകളെ പൂർണ്ണമായിട്ടും പൊളിച്ചെഴുതി. ഏതാണ്ട് 20ഓളം ആർട്ടിക്കിൾ അതിനോട് ആഡ് ചെയ്തു. ഞാനിവിടെ പറഞ്ഞതിന് ഒരുപാട് നിങ്ങൾക്കത് ബോറായി എന്ന് ഞാൻ പറയുന്നില്ല. ഒത്തിരി ഓരോ പ്രധാന ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ഓരോന്നായിട്ട് 1 by 1. അപ്പോൾ അത് ഒരു അക്കാഡമിക് രംഗത്ത് പഠിക്കുന്ന ഒരാളിന് മാത്രമേ അത് ഉൾക്കൊള്ളാൻ പറ്റൂ. സാധാരണ ഒരാളിന് അത്രയും അകത്തിറങ്ങി പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനതിൻ്റെ ലിസ്റ്റ് നമ്മളിവിടെ ഒന്നും അതിനെക്കുറിച്ച് വായിക്കുന്നില്ല. അപ്പോൾ ഈ 42ാം ഭരണഘടനാ ഭേദഗതി ഒരു തലത്തിലും ഭാരതത്തിലൊരു ജനാധിപത്യ ഭരണക്രമം നിലവിൽ വരാത്ത രീതിയിൽ ഇന്ന് റഷ്യയിൽ എങ്ങനെയാണോ പുടിൻ ഭരിക്കുന്നത് അതുപോലെ ഭരിക്കുന്ന തരത്തിൽ, അതായത് ആരാണോ ഭരിക്കുന്ന ഭരണാധികാരിയുടെ സൗകര്യാർത്ഥം ഭരണഘടനയെ ചിട്ടപ്പെടുത്തി. അപ്പം ഭരണഘടനയുടെ പൂർണ്ണമായിട്ടും നമ്മൾ സിംഹത്തിൻ്റെ പല്ലില്ലാത്ത സിംഹം പോലെ ആക്കി. അപ്പോൾ ഭരണഘടന എന്ന് പറയുന്നത് ഒരു പവിത്രമായ ഒരു സങ്കല്പം, നമ്മുടെ ഒരു ജനതയുടെ അഭിലാഷങ്ങളും അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളും എല്ലാത്തിൻ്റെ ആകത്താണ്. നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് ഞങ്ങൾ ജനറൽ ബിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ ഇത് ആക്ട് ചെയ്തില്ലെങ്കിൽ ഭരണഘടന കേവലം ഒരു ടെക്സ്റ്റാണ്. അപ്പോൾ ഈ ഭരണഘടനയ്ക്ക് ആക്ട് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഓരോ ഏജൻസികളെയും ഭരണഘടനയിൽ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഭരണഘടനയ്ക്ക് ബാഹ്യമായിട്ടാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ആ പ്രിയാമ്പിളിലേക്ക് ആദ്യം കത്തിവെക്കുന്നു. അപ്പം പ്രിയാമ്പിളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതേതര സെക്കുലർ എന്നുള്ളതും കോൺസെപ്റ്റ് കൊണ്ടുവരുന്നു, സോഷ്യലിസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ്. അപ്പം നിങ്ങൾ ഓർമ്മിക്കേണ്ടത് 77-ൽ ഭരണഘടന 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന് ഏതാണ്ട് 10 വർഷത്തിനുള്ളിൽ ലോകത്തെ സോഷ്യലിസ്റ്റ് ലോകം പൂർണ്ണമായിട്ടും അസ്തമിച്ചു കഴിഞ്ഞു.